ഹരേ കൃഷ്ണ. സീതാദേവിയെ ശ്രീരാമൻ്റെ അടുക്കൽ എത്തിക്കുന്നു. പവനപുത്ര, എനിക്ക് ആര്യപുത്രനെ കാണാൻ തിടുക്കമുണ്ട് എന്ന് ചെന്ന് അറിയിച്ചാലും ദേവി, അവിടുത്തെ ആഗ്രഹം ഉടനെ സഫലമാകുന്നതാണ് എന്ന് പറഞ്ഞിട്ട് സീതാദേവിയെ വണങ്ങിയ ശേഷം ശ്രീരാമൻ്റെ അടുത്തേക്ക് ഹനുമാൻ മടങ്ങിപ്പോയി. ശ്രീരാമസവിധത്തിലെത്തിച്ചേർന്ന ഹനുമാൻ ശ്രീരാമനോട് ഇങ്ങനെ ഉണർത്തിച്ചു: പ്രഭു, അശോകവനികയിൽ കഴിയുന്ന സീതാദേവി അങ്ങയുടെ വരവും കാത്ത് നാളുകൾ എണ്ണിക്കഴിയുകയാണ്. നാഥൻ ലങ്കയിലെത്തിയിട്ടും എനിക്ക് ആ മുഖമൊന്ന് ദർശിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ദുഃഖത്തിലാണ് ഞാനിപ്പോൾ എന്നാണ് സീതാദേവി അടിയനോട് അരുളി ചെയ്തത്. ഹനുമാന്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീരാമന്റെ മുഖത്ത് പെട്ടെന്ന് ദുഃഖച്ചവി പരന്നു. ആ മനസ്സ് അസ്വസ്ഥമായി. ശ്രീരാമൻ ഗദ്ഗദകണ്ഠനായി വിഭീഷണനെ അടുത്ത് വിളിച്ചു പറഞ്ഞു: വിഭീഷണ, താങ്കൾ ഇപ്പോൾ ലങ്കാപുരിയുടെ അധിപനാണ്. അതിനാൽ താങ്കൾ ഉടൻ തന്നെ സീതാദേവിയെ കാണണം. സീതാദേവിയെ എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള എല്ലാ ഏർപ്പാടുകളും താങ്കൾ തന്നെ ചെയ്യണം. ശ്രീരാമന്റെ നിർദ്ദേശം കേട്ട് വിഭീഷണൻ അശോകവനികയിലെത്തി. തൊഴുകൈയോട് രാമോപദേശം അറിയിച്ചു. ഉടനെ തന്നെ ദേവി കുളിച്ച് വസ്ത്രം ധരിച്ചു വിഭീഷണ നിർദ്ദേശപ്രകാരം അമാലന്മാർ ചുമക്കപ്പെട്ട മഞ്ചലിലേറി വിഭീഷണന്റെ അകമ്പടിയോട് ശ്രീരാമസവിധത്തിൽ എത്തിച്ചേർന്നു. വിഭീഷണൻ സീതാദേവി എത്തിയ വിവരം ശ്രീരാമനെ അറിയിച്ചു. ശ്രീരാമൻ സീതാദേവിയെ തൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ ആജ്ഞാപിച്ചു. തക്ഷണം മഞ്ചലിൽ എഴുന്നള്ളുന്ന സീതയെ കാണാൻ ലങ്കാനഗരിയിലെ ജനങ്ങൾ മുഴുവൻ തടിച്ചുകൂടി. മഞ്ചൽ കടക്കാൻ മാർഗമില്ലാത്തവണ്ണം തിങ്ങി നിറഞ്ഞ ജനത്തെ അകറ്റാൻ അമാലന്മാർ ആവുന്നത്ര ശ്രമിച്ചു. അത് കണ്ട് ശ്രീരാമന് കോപം വന്നു. ദാശരഥി പറഞ്ഞു: എന്തിനാണ് കാണികളെ തടയുന്നത്? മണ്ണിൻ മകളായ ദേവിയെ എല്ലാവരും കൺകുളിർക്കെ കാണട്ടെ. സീതയെ സ്വർണ്ണ പല്ലക്കിൽ നിന്നിറങ്ങി കാൽനടയായി നടന്നു വരൂ. മാതൃസമാനമായ ദേവിയെ ദർശിക്കാൻ എല്ലാവർക്കും അവസരമുണ്ടാകട്ടെ. ശ്രീരാമൻ പറഞ്ഞത് കേട്ട് സീത മഞ്ചലിൽ നിന്നും താഴെ ഇറങ്ങി. ദേവിയുടെ പല്ലക്കിന് ചുറ്റും കൂടിയിരുന്നവർ ജനകാത്മജയ്ക്കായി വഴിമാറിക്കൊടുത്തു. ജാനകീദേവി പതുക്കെ ശ്രീരാമ സന്നിധിയിൽ നിന്നും നിലകൊണ്ടു. ആ സമയത്ത് ദേവിയുടെ കണ്ണുകളിൽ നിന്നും ആനന്ദബാഷ്പം നിറഞ്ഞൊഴുകി. പക്ഷേ ശ്രീരാമന്റെ മുഖത്ത് യാതൊരു ഭാവഭേദവും കണ്ടില്ല. ലക്ഷ്മണനും സുഗ്രീവനും ശ്രീരാമന്റെ ഇരിപ്പ് കണ്ട് വിഷാദം തോന്നി. പക്ഷേ ആ മുഖത്തു നോക്കി എന്തെങ്കിലും